ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെയിൽ പോസ്റ്റ് വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോ തന്നെയാണ്. ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ട്, അതിൽ കുറച്ച് വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല, കാരണം കോളേജിൽ ക്രിസ്മസ് ഫംഗ്ഷനും അതിൻ്റെ കുറച്ച് തിരക്കായിപ്പോയി, വീഡിയോ എടുക്കാൻ ഒന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ്. സോ ഇനി മുതൽ നമ്മൾ ഡെയിലി ഇതുപോലുള്ള വീഡിയോ വരുന്നതായിരിക്കും. ഡെയിലി വൈകിട്ട് 7 മണിയാകുമ്പോൾ ചാനലിൽ വന്നാൽ മതി, ഇതുപോലുള്ള സെയിൽ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സെയിലിന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുത്ത് അയക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്രിംസൺ ബെല്ലിഡ് കൊണൂറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 3200 രൂപ വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ കൊണൂറിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ ഒന്നേ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 3200 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2 ബ്രീഡിംഗ് പെയർ ആയിട്ടുള്ള കോക്ടെയിലും അല്ലാതെ ഒരു എക്സ്ട്രാ മെയിലും എല്ലാം കൂടെ ആയിട്ട് 3700 രൂപയ്ക്കാണ് ബേഡുകൾ കൊടുക്കാനായിട്ട് പോകുന്നത്. വേറെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബ്രീഡറെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി, അവർ അയച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. കോഡ് നമ്പർ 2 എല്ലാം കൂടെ ആയിട്ട് 3700 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്രസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. 1200 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. 1200 രൂപയാണ് 3 പീസിനും കൂടെ റേറ്റ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 3 പീസിനും കൂടെ 1200 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുക. 2 ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനായിട്ടുള്ളത്. 42 ദിവസം ഏജ് ആയിട്ടുള്ളതാണ്. 12000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. കോഡ് നമ്പർ 4 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 12000 രൂപയാണ് റേറ്റ് വരുന്നത്. വേറെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബ്രീഡറെ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 350 രൂപയ്ക്ക് വന്നിട്ടുള്ള നാടൻ പ്രാവുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പെയറാണ് കേട്ടോ. അപ്പോൾ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 350 രൂപ വെച്ചിട്ടാണ്. താല്പര്യമുള്ളവർ വാങ്ങുക. ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്. കോഡ് നമ്പർ 5 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 350 രൂപയാണ് പെയർ റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹസ്കിയാണ് വന്നിട്ടുള്ളത്. മെയിലും ഫീമെയിൽ ഹസ്കി പപ്പീസും കാണാനായിട്ട് സാധിക്കും. KC സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. 18500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്. കോഡ് നമ്പർ 6 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് ചോദിച്ചിരിക്കുന്നത് 18500 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രാവാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 1600 രൂപയ്ക്ക് വന്നിട്ടുള്ള പ്രാവാണ് കൊടുക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാടാണ്. കോഡ് നമ്പർ 7 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 1600 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ചധികം ആഫ്രിക്കൻ ലവ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. 500 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 8 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 500 രൂപയാണ് പീസ് റേറ്റ്.
അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാടൻ പ്രാവുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പീസ് റേറ്റയുടെ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പീസ് റേറ്റ് 100 രൂപയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അവർ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പുള്ളിക്കോഴികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ റേറ്റായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 220 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. കോഡ് നമ്പർ 10 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 220 രൂപയാണ് റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഷിപ്സ് പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മെയിലും ഫീമെയിൽസും അവൈലബിൾ ആണ്. മെയിലിൻ്റെ റേറ്റായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 11,500 രൂപയും ഫീമെയിൽസിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 10,500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരുപാട് ഡോഗ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കൂടെ ആയിട്ടാണ് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 11 ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗോൾഡൻ റിട്രൈവർ ഫീമെയിൽ പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 7,800 രൂപ വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ആലപ്പുഴ തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 11 ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡാഷ് ഫീമെയിൽ ഡോഗാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 2,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ആലപ്പുഴ തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 11 ആണ്. 2,500 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മിനിയേച്ചർ ടൈപ്പ് പൊമേറിയൻ ഫീമെയിൽ പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 3,000 രൂപയാണ് ഫീമെയിലിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. മെയിലും അവൈലബിൾ ആണ്. മെയിലിൻ്റെ റേറ്റ് വരുന്നത് 2,800 രൂപയാണ് റേറ്റ്. 3,000 രൂപയും 2,800 രൂപയൊക്കെയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ കേട്ടോ. അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ലാസ് ആപ്സോണ് വന്നിട്ടുള്ളത്. ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് കൊടുക്കാനായിട്ടുള്ളത്. 5,500 രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാക്മാൻ ഫ്രോഗാണ് വന്നിട്ടുള്ളത്. 4,200 രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും ആലപ്പുഴ തന്നെയാണ്. കോഡ് നമ്പർ 11 ആണ്. റേറ്റ് 4,200 രൂപയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫീമെയിൽ പപ്പീസും മെയിൽ പപ്പീസുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 12,000 രൂപയാണ് മെയിലിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഫീമെയിൽസിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 10,000 രൂപയാണ്. നല്ല കിടിലം പപ്പീസാണ്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 11 ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡോബർമാൻ പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഫീമെയിലാണ്. 6,500 രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ ആലപ്പുഴയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗോൾഡൻ റിട്രൈവർ പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 10,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും ആലപ്പുഴ തന്നെയാണ്. കോഡ് നമ്പർ 11 ആണ്. 10,500 ആണ് റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബീഗിൾ പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 12,000 രൂപയാണ് ഇതിൻ്റെ ഫീമെയിൽ പപ്പീസിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. 12,000 രൂപയാണ്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 11 ആണ്.
അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഫീമെയിൽസ് ആണ്. 9500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. കാർഡ് നമ്പർ 11 ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗോൾഡൻ റെട്രൈവർ ഫീമെയിൽ പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 9000 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. കാർഡ് നമ്പർ 11 ആണ്. 9000 രൂപയാണ് റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹസ്കിയാണ് വന്നിട്ടുള്ളത്. മെയിലാണ് കൊടുക്കാനായിട്ടുള്ളത്. 14500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. കാർഡ് നമ്പർ 11 ആണ് കേട്ടോ. 14500 റേറ്റ്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർ നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗോൾഡൻ റെട്രൈവർ പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 10000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല നല്ല വീഡിയോസ് വരുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമേ തുടർന്ന് വീഡിയോ ഇടാനായിട്ടുള്ള പ്രചോദനം കിട്ടുകയുള്ളൂ. സോ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു കിള്ളം സെയിൽ പോസ്റ്റ് വീഡിയോ വരുന്നത്.